Hello, my dear friends. Welcome to my English class. ഞാൻ സീന ടീച്ചർ. +1 കോഴ്സ് ബുക്കിലെ അതിമനോഹരമായ ഒരു കഥയാണ് ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് റിട്ടൺ ബൈ മിസ്റ്റർ പ്രഭാത് കുമാർ മുഖോപാധ്യായ്. ഈ കഥയുടെ സമ്മറി, അതുപോലെ ഇതിൽ നിന്നും പ്രധാനമായും ചോദിക്കേണ്ട ക്യാരക്ടർ സ്കെച്ച്, the character sketch of Maggie and character sketch of Mrs. Clifford. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് റിട്ടൺ ബൈ മിസ്റ്റർ പ്രഭാത് കുമാർ മുഖോപാധ്യായ്. പ്രഭാത് കുമാർ മുഖോപാധ്യായ്, the author of this short story, was a well-known Bengali author. 1873 ജനിക്കുകയും 1932 മരിക്കുകയും ചെയ്ത വ്യക്തിയാണ് മിസ്റ്റർ പ്രഭാത് കുമാർ മുഖോപാധ്യായ്. അതായത് he belonged to the pre-independent India. He was a Bengali writer, and in his lifetime from 1901 to 1903 he studied law in London. 1901 മുതൽ 1903 വരെ അദ്ദേഹം ലണ്ടനിലാണ് ലോ പഠിച്ചത്. He gained fame writing short stories which are based on looking at life in a light-hearted, simple way. During his career, he wrote over 100 stories and 14 novels. അദ്ദേഹത്തിൻ്റെ ചെറുകഥകളുടെ പ്രത്യേകത, he was writing based on looking at life in a light-hearted, simple way. ജീവിതത്തെ വളരെ ലളിതമായ രീതിയിൽ നോക്കിക്കാണാനാണ് അദ്ദേഹം തൻ്റെ ഓരോ കഥയിലൂടെയും ശ്രദ്ധിച്ചത്. Now let's go to the summary of the story, The Price of Flowers. The Price of Flowers is a touching story by Prabhat Kumar Mukhopadhyay. The story is set in London in the pre-independence era. It's narrated through the point of view of Mr. Gupta, an Indian civil servant undergoing training in London. The Price of Flowers എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഹൃദയഹാരിയായ ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ഈ കഥ നടക്കുന്നത് ലണ്ടനിൽ വെച്ചാണ്. ആൻഡ് ദ ടൈം ഈസ് pre-independence era. ഓക്കെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് ലണ്ടനിൽ വെച്ച് നടക്കുന്ന ഒരു കഥ. അതാണ് നമ്മുടെ ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഓഥറിന് ഹി ഹാഡ് സം എക്സ്പീരിയൻസ് ഇൻ ലണ്ടൻ ലൈഫ് ഡ്യൂറിങ് ഹിസ് സ്റ്റഡീസ് ഫ്രം 1901 to 1903. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കഥ വായിക്കുന്ന സമയത്ത് ലണ്ടൻ ലൈഫിനെ കുറിച്ചും അവിടുത്തെ ജീവിത രീതികളെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായ ഒരു വിവരണം തരാനായിട്ട് നമ്മുടെ ഓഥറിന് കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ബിക്കോസ് ഹി ഹാഡ് സം ലിവിങ് എക്സ്പീരിയൻസ് ഇൻ ലണ്ടൻ. ഈ സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ദ നറേറ്റർ മിസ്റ്റർ ഗുപ്ത, മറ്റൊന്ന് മാഗി, ഒരു 13-14 വയസ്സുകാരിയായ ഒരു കൊച്ചു പെൺകുട്ടി, പിന്നെ അവളുടെ അമ്മ. ഇവരൊക്കെയാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ. മിസ്റ്റർ ഗുപ്ത മീറ്റ്സ് എ ടീനേജ്ഡ് ഗേൾ ഇൻ എ റെസ്റ്റോറൻറ്റ്. ഹെർ ഇൻട്രസ്റ്റ് ഇൻ ഹിം റൗസസ് ഹിസ് ക്യൂരിയോസിറ്റി. ഹി ലേറ്റർ ബിക്കംസ് ഫ്രണ്ട്സ് വിത്ത് ഹെർ ആൻഡ് ലേൺസ് ഹെർ സ്റ്റോറി. She lives with her widowed mother in a poor neighborhood. കഥയുടെ നറേറ്ററായ മിസ്റ്റർ ഗുപ്ത അദ്ദേഹത്തിൻ്റെ സിവിൽ സർവീസ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി ലണ്ടനിൽ താമസിക്കുന്ന സമയത്ത് ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് ഒരു ടീനേജ്ഡ് ഗേളിനെ പരിചയപ്പെടുകയാണ്. ഹെർ ഇൻട്രസ്റ്റ് ഇൻ ഹിം റൗസസ് ഹിസ് ക്യൂരിയോസിറ്റി. കഥ തുടങ്ങുന്നിടത്ത് നമുക്കറിയാം, ലണ്ടനിലെ സെയിൻറ്റ് മാർട്ടിൻസ് ലെയിനിലുള്ള ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ ഉച്ചസമയത്ത് ഭക്ഷണം കഴിക്കാനായിട്ട് മിസ്റ്റർ ഗുപ്ത എത്തുകയാണ്.
വളരെ തിരക്ക് കുറഞ്ഞ ആ ലണ്ടൻ റെസ്റ്റോറൻറ്റിൽ അദ്ദേഹം തന്നെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു പെൺകുട്ടിയെ കാണുന്നു. പിന്നീട് അവർ പരിചയപ്പെടുകയും അങ്ങനെ ഫ്രണ്ട്സ് ആവുകയും ചെയ്യുന്നു. ഹി ലേറ്റർ ബിക്കംസ് ഫ്രണ്ട്സ് വിത്ത് ഹർ ആൻഡ് ലേൺസ് ഹർ സ്റ്റോറി. അദ്ദേഹത്തെ ആ കുട്ടിയിലേക്ക് ആകർഷിച്ച ഘടകം എന്ന് പറഞ്ഞാൽ തന്നെ തന്നെ നോക്കി സാഗൂതമിരിക്കുന്ന ഒരു പെൺകുട്ടി. ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിന് വൈ ദിസ് ഗേൾ ഈസ് ദിസ് മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ മീ എന്നൊരു സംശയം തോന്നിയേക്കാം. മാത്രമല്ല, ആ കുട്ടി ഭക്ഷണം കഴിച്ച് ബില്ലടയ്ക്കുന്ന സമയത്ത് ക്യാഷ്യറോട് ചോദിക്കുന്നുണ്ട്, ആ ഇരിക്കുന്ന ആള് നിങ്ങളറിയോ, അയാളൊരു ഇന്ത്യക്കാരനാണോ എന്ന്. ഇതും കൂടി കേട്ടതോടുകൂടി നമ്മുടെ ഓഥറിൻ്റെ ക്യൂരിയോസിറ്റി ഒന്നും കൂടെ കൂടി. ഇതെന്താ കഥ? ലണ്ടനിൽ വെച്ച് ഒരു പെൺകുട്ടി തന്നെക്കുറിച്ച് ചോദിക്കുന്നു, തൻ്റെ നാടിനെക്കുറിച്ച് ചോദിക്കുന്നു. അതോടുകൂടി മിസ്റ്റർ ഗുപ്തയ്ക്ക് ഈ കുട്ടി ആരാണെന്നറിയാൻ, എന്തിനാണ് തന്നെക്കുറിച്ച് അറിയാൻ ആ കുട്ടി ഇങ്ങനെ ആഗ്രഹിക്കുന്നത് എന്നറിയാൻ അദ്ദേഹത്തിന് കൗതുകം തോന്നി. ഈ കൗതുകം കാരണം അദ്ദേഹം ക്യാഷ്യറോട് സംസാരിക്കുകയും ആ സംസാരത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. ഈ പെൺകുട്ടി എല്ലാ ശനിയാഴ്ചയും ആ റെസ്റ്റോറൻറ്റിൽ വന്ന് ഭക്ഷണം കഴിക്കും. എന്തുകൊണ്ട് ശനിയാഴ്ച മാത്രം എന്ന അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന്, ശനിയാഴ്ചയാണ് അവിടെയുള്ള കടകളിലൊക്കെ ശമ്പളം കൊടുക്കുന്ന ദിവസം. പാവപ്പെട്ടവരെല്ലാം ആ ശമ്പള ദിവസമാണ് ലഞ്ച് കഴിക്കാറ്. ഇത് കേട്ടതോടുകൂടി നമ്മുടെ മിസ്റ്റർ ഗുപ്തയ്ക്ക് ആകെ അത്ഭുതമായി, ഒപ്പം വിഷമമായി. കാരണം ഒരു സാധാരണ ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ലണ്ടൻ എന്നൊക്കെ പറഞ്ഞാൽ പാലും തേനും ഒഴുകുന്ന ധനാഢ്യരായ ആളുകൾ മാത്രം താമസിക്കുന്ന സ്ഥലം എന്നതാണല്ലോ വെള്ളക്കാരെക്കുറിച്ച് നമ്മൾക്കുള്ള സങ്കല്പം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വല്ലാത്തൊരു കൗതുകം. ഈ കുട്ടി എന്തുകൊണ്ട് തന്നിൽ ഇത്രയധികം ആകൃഷ്ടയായിരിക്കുന്നു? ഈ കുട്ടി എന്തുകൊണ്ട് തന്നെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ശ്രമിക്കുന്നു? ഈ ചോദ്യങ്ങൾ അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചത് അടുത്ത ശനിയാഴ്ച അതേ റെസ്റ്റോറൻറ്റിൽ അതേ സമയത്ത് ആ കുട്ടി ഭക്ഷണത്തിനെത്തുന്നു. രണ്ടുപേരും സംസാരിക്കുന്നു, അങ്ങനെ ഫ്രണ്ട്സ് ആവുന്നു. ഈ കുട്ടിയിൽ നിന്നും അറിയുന്നത് ആ കുട്ടിക്ക് വിധവയായ ഒരു അമ്മയും ഒരു എൽഡർ ബ്രദർ മിസ്റ്റർ ഫ്രാങ്ക്, ഇങ്ങനെ രണ്ടുപേരാണ് ഉള്ളത്. ഇതിൽ ഫ്രാങ്ക് ഹീ സർവിങ് ഇൻ ഇന്ത്യ ആസ് എ സോൾജിയർ. മാത്രമല്ല കുറേ കാലമായിട്ട് ഫ്രാങ്കിൻ്റെ യാതൊരു വിവരവും തങ്ങൾക്ക് കിട്ടുന്നില്ലെന്നും അതിൽ അങ്ങേയറ്റം വിഷമിച്ചു കഴിയുകയാണ് അവളുടെ അമ്മയായ മിസ്സിസ് ക്ലിഫർഡ്. ഇത്രയും വിവരങ്ങൾ മാഗിയിൽ നിന്നും അറിയാനായിട്ട് മിസ്റ്റർ ഗുപ്തയ്ക്ക് കഴിഞ്ഞു. ഹർ ഓൺലി ബ്രദർ ഫ്രാങ്ക് ഈസ് ഇൻ ഇന്ത്യ സർവിങ് ദ ബ്രിട്ടീഷ് ആർമി. They have no information from him for several months and they are worried. When Mr. Gupta visits their home, Mrs. Clifford, the mother, requests him to look into the crystal on a ring sent by Frank from India. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പ്രീ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ ആണ്. ആ സമയത്ത് ബ്രിട്ടീഷ് കോളനിയാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഫ്രാങ്ക് ജോലി ചെയ്തിരുന്നത് ബ്രിട്ടീഷ് ആർമിയിലാണ്. ഇന്ത്യയിലെ പഞ്ചാബിൽ ആയിരുന്നു അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. ഏതാനും മാസങ്ങളായിട്ട് അദ്ദേഹത്തെക്കുറിച്ച് വിവരങ്ങളൊന്നുമില്ലാത്തതിന് മാഗിയും അമ്മയും വളരെ വിഷമത്തിലായിരുന്നു. അങ്ങനെ അമ്മയ്ക്ക് ഒരു ഇന്ത്യക്കാരനെ കാണണമെന്നും ഇന്ത്യക്കാരനോട് കൂടുതൽ കാര്യങ്ങൾ, അമ്മ ഒരു ഇന്ത്യക്കാരനെ കാണാൻ കാത്തിരിക്കുകയാണെന്നും അമ്മയ്ക്ക് ഒരു ഇന്ത്യക്കാരനെ കണ്ടിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാനുണ്ടെന്നും മാഗിയിൽ നിന്നറിഞ്ഞ മിസ്റ്റർ ഗുപ്ത മിസ്സിസ് ക്ലിഫർഡിനെ സന്ദർശിക്കാനായി അവരുടെ വീട്ടിലേക്ക് പുറപ്പെടുകയാണ്. അങ്ങനെ അവിടെ എത്തുന്നു. അല്പസമയത്തെ സൗഹൃദ സംഭാഷണങ്ങൾക്കൊടുവിൽ മിസ്സിസ് ക്ലിഫർഡ് ഒരു ക്രിസ്റ്റൽ പതിച്ച റിങ് എടുത്തിട്ട് മിസ്റ്റർ ഗുപ്തയോട് പറയാണ്, ഇതൊന്ന് ക്രിസ്റ്റൽ റീഡിംഗ് നടത്തുമോന്ന്. ക്രിസ്റ്റൽ റീഡിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ക്രിസ്റ്റലിലേക്ക് നോക്കി കൃത്യമായി ഫോക്കസ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ, നന്നായി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന സമയത്ത് നമ്മൾ മനസ്സിൽ ആരെക്കുറിച്ച് ചിന്തിക്കുന്നുവോ ആ ആള് ആ സമയത്ത് എന്തു ചെയ്യുന്നു, എവിടെയാണ് തുടങ്ങിയ വിവരങ്ങൾ അറിയാൻ പറ്റും
എന്ന ഒരു വിശ്വാസത്തിലാണ് പാവം മിസ്സിസ് ക്ലിഫർഡ് ഈ റിങ് മാഗിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് അവളുടെ ബ്രദർ ഫ്രാങ്ക് കൊടുത്തയച്ചിട്ടുള്ളതാണ്. ഫ്രാങ്കിന് ഈ റിങ് കിട്ടിയതും ഈ അന്ധവിശ്വാസം കിട്ടിയതും ഇന്ത്യയിൽ നിന്നാണ്. ഇപ്പോൾ മിസ്സിസ് ക്ലിഫർഡിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യക്കാരനായ മിസ്റ്റർ ഗുപ്ത ക്രിസ്റ്റൽ റീഡിംഗ് നടത്തിയിട്ട് തൻ്റെ മകൻ ഇപ്പോൾ എവിടെയാണ്, അവൻ സുഖമായിരിക്കുന്നോ തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു തരും എന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ. ഈ ഒരു കാരണം കൊണ്ടായിരുന്നു ഇന്ത്യക്കാരനായ ഗുപ്തയെ കണ്ടപ്പോൾ മാഗി ഈസ് ഹി ആൻ ഇന്ത്യൻ എന്ന ചോദ്യം ചോദിച്ചതും പിന്നീട് അദ്ദേഹത്തെ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതും. ബിക്കോസ് ദേ ബിലീവ്ഡ് ദാറ്റ് ഇന്ത്യൻസ് ആർ വെജിറ്റേറിയൻസ് ആൻഡ് ഇന്ത്യൻസ് ആർ യോഗീസ് ആൻഡ് ദീസ് യോഗീസ് ഹാവ് ഒക്കൾട്ട് പവേഴ്സ്, മാജിക്കൽ പവേഴ്സ് ഉള്ള യോഗീസാണ് ഇന്ത്യയിലുള്ളത് എന്നൊക്കെയാണ് അവരുടെ ധാരണ. അതുപ്രകാരമാണ് അവർ ക്രിസ്റ്റൽ ഗേസിംഗ് നടത്താനായിട്ട് മിസ്റ്റർ ഗുപ്തയോട് ആവശ്യപ്പെടുന്നത്. ദേ ബിലീവ് ദാറ്റ് ദ റിംഗ് ഹാസ് മാജിക്കൽ പവേഴ്സ് ആൻഡ് എ ഹിന്ദു വിൽ ബി ഏബിൾ ടു സീ ദ ഫ്യൂച്ചർ ആൻഡ് പാസ്റ്റ് if he concentrates on the crystal. Mr. Gupta tries but fails. This disappoints her. തനിക്ക് ഇങ്ങനെ ഒരു കഴിവില്ല എന്നൊക്കെ പറഞ്ഞിട്ടും അവരുടെ നിർബന്ധത്തിന് വഴങ്ങി അവസാനം മിസ്റ്റർ ഗുപ്ത ക്രിസ്റ്റൽ റീഡിംഗ് നടത്തുന്നു. അതിൽ ദയനീയമായി പരാജയപ്പെടുന്നു. മിസ്റ്റർ ഗുപ്ത ക്രിസ്റ്റൽ റീഡിങ്ങിൽ ഫെയിലായതിൽ ഏറെ വിഷമിച്ചത് ആരായിരുന്നു? നമ്മുടെ മിസ്സിസ് ക്ലിഫർഡും മാഗിയും. കാരണം അവരുടെ മകനെക്കുറിച്ച്, അവൻ ജീവിച്ചിരിപ്പുണ്ടോ സുഖമായിരിക്കുന്നോ തുടങ്ങിയ കാര്യങ്ങൾ അറിയാൻ ഏക മാർഗമായിരുന്നു ഈ ക്രിസ്റ്റൽ റീഡിംഗ്. അതാണ് ഇവിടെ ഫെയിലായി പോയത്. ഇതവരെ വല്ലാതെ നിരാശപ്പെടുത്തി. ലേറ്റർ മിസ്സിസ് ക്ലിഫർഡ് falls ill. Maggie requests him to look once again into the crystal and tell her mother that Frank is all right. അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം ഫ്രാങ്കിനെ കുറിച്ച് അറിയാതെ അവൻ എന്ത് സംഭവിച്ചു എന്നുള്ള ആധിയിൽ മിസ്സിസ് ക്ലിഫർഡ് ബെഡ്രിഡനായി. തൻ്റെ അമ്മ വളരെ ക്രിട്ടിക്കൽ കണ്ടീഷനിലാണെന്നും അമ്മയെ രക്ഷപ്പെടുത്താൻ മിസ്റ്റർ ഗുപ്തയ്ക്ക് മാത്രമേ കഴിയൂ എന്നെല്ലാം പറഞ്ഞ് മാഗി അദ്ദേഹത്തോട് ഒരു റിക്വസ്റ്റ് നടത്തുകയാണ്. എന്തായിരുന്നു ആ റിക്വസ്റ്റ്? ഒന്നും കൂടി ക്രിസ്റ്റൽ റീഡിംഗ് നടത്തണം, എന്നിട്ട് അമ്മയോട് പറയണം ഫ്രാങ്ക് ഈസ് വെൽ, ഫ്രാങ്ക് സുഖമായിരിക്കുന്നു എന്ന് അറിഞ്ഞാൽ ആ നിമിഷം എൻ്റെ അമ്മ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. എൻ്റെ അമ്മയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ബിക്കോസ് ഐ ഹാവ് ഓൺലി മൈ മദർ ഇൻ ദിസ് വേൾഡ്. എനിക്ക് ഈ ലോകത്ത് എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ എന്ന അദയനീയമായ മാഗിയുടെ റിക്വസ്റ്റ് പ്രകാരം അദ്ദേഹം എന്ത് ചെയ്യാണ്? ക്രിസ്റ്റൽ റീഡിംഗ് നടത്തുന്ന പോലെ അഭിനയിച്ച് അതിനുശേഷം അസുഖം ബാധിച്ച് തളർന്നു കിടക്കുന്ന മിസ്സിസ് ക്ലിഫർഡിനോട് പറയാണ്, യെസ് ഫ്രാങ്ക് ഈസ് വെൽ, ഐ ക്യാൻ സീ ഇറ്റ്. ഫ്രാങ്ക് സുഖമായിരിക്കുന്നു എന്നറിഞ്ഞ ആ നിമിഷം മുതൽ മെല്ലെ മെല്ലെ നമ്മുടെ മിസ്സിസ് ക്ലിഫർഡ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അവരുടെ അസുഖമൊക്കെ മാറി. ആസ് ദിസ് വിൽ ഹെൽപ്പ് ഹെർ ടു റിക്കവർ, ഹി അഗ്രീസ് ടു ടെൽ ദിസ് ഹാംലെസ് ലൈ. But by the time he tells this, Frank was already dead. നമ്മൾ പറയും, ഒരു ചെറിയ നുണ കൊണ്ട് ഒരു ജീവൻ രക്ഷിക്കാനാവുമെങ്കിൽ ആ നുണ പറഞ്ഞുകൂടെ എന്ന്. ഇവിടെയും അതുതന്നെ സംഭവിച്ചു. അവസാനം മിസ്റ്റർ ഗുപ്ത ഒരു നുണ പറയാണ്, ജസ്റ്റ് ടു സേവ് ദ പ്രഷ്യസ് ലൈഫ് ഓഫ് മിസ്സിസ് ക്ലിഫർഡ്. പക്ഷേ ഇതിലെ ദയനീയത എന്തായിരുന്നു എന്ന് വെച്ചാൽ, പിന്നീടാണ് അറിയാൻ കഴിഞ്ഞത് മിസ്സിസ് ഗുപ്തയോട് ഈ നുണ പറയുന്ന സമയത്തേക്കും മിസ്റ്റർ ഫ്രാങ്ക് ഈ ലോകത്തോട് തന്നെ വിട പറഞ്ഞിട്ട് ദിവസങ്ങൾ ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ മകൻ മരിച്ച ഒരമ്മയോടാണ് മകൻ ജീവിച്ചിരിക്കുന്നു, ഓക്കെയാണ് എന്ന് പറയേണ്ട ഗതികേട് മിസ്റ്റർ ഗുപ്തയ്ക്ക് വന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു തീരാ നൊമ്പരമായി അവശേഷിക്കുകയാണ്. പിന്നീട് ഈ കുറ്റബോധം കാരണം മിസ്സിസ് ക്ലിഫർഡിനെ ഫേസ് ചെയ്യാൻ വയ്യാതെ മിസ്റ്റർ ഗുപ്ത അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ് പൂർത്തിയാക്കി
നാട്ടിലേക്ക് മടങ്ങാനിരിക്കുകയാണ്. വെൻ മിസ്റ്റർ ഗുപ്ത റിട്ടേൺസ് ടു ഇന്ത്യ, മാഗി ഗിവ്സ് ഹിം 1 shilling to buy flowers for Frank's grave. മിസ്റ്റർ ഗുപ്ത ഇന്ത്യയിലേക്ക് തിരിച്ചു പോകുക എന്നറിഞ്ഞ മാഗി അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്തെത്തുകയും അദ്ദേഹത്തിന് 1 shilling നൽകുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്തു, തൻ്റെ ഈ പൈസ ഉപയോഗിച്ച് അല്പം പൂക്കൾ വാങ്ങിയിട്ട് ഫ്രാങ്കിൻ്റെ ശവകുടീരത്തിൽ സമർപ്പിക്കണം. ഇത് എൻ്റെ സ്നേഹമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അദ്ദേഹത്തിന് 1 shilling കൈമാറുകയാണ്. മാഗി ഗിവ്സ് ഹിം 1 shilling, ദാറ്റ് ഈസ് ഹാർഡ് ഏൺഡ് മണി. നമുക്കറിയാം ഒരു കൊച്ചു പെൺകുട്ടി 1 shilling ഉണ്ടാക്കാൻ വേണ്ടി എത്രമാത്രം കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടാകും എന്ന്. അതുകൊണ്ട് മിസ്റ്റർ ഗുപ്തയ്ക്ക് ആ പണം വാങ്ങാൻ ഒരു മടിയായിരുന്നു. ആ കുട്ടി അധ്വാനിച്ച പണം വേണ്ടല്ലോ, കുറച്ച് പൂവ് തൻ്റെ കാശുകൊണ്ട് വാങ്ങിയാലും അവിടെ സമർപ്പിക്കാമല്ലോ. പക്ഷേ ആ പൂവിൻ്റെ വില അവൾക്ക് അവളുടെ സഹോദരനോടുള്ള സ്നേഹമാണ്. ആ പൈസ വാങ്ങിയിട്ട് അതുകൊണ്ടുള്ള പൂവ് തൻ്റെ സഹോദരൻ ശവകുടീരത്തിൽ സമർപ്പിക്കുന്നതോടുകൂടി അവൾക്ക് എന്തെങ്കിലും ആശ്വാസം കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ, ജീവിതത്തെ നേരിടാനുള്ള ഒരു ധൈര്യം അവൾക്ക് അതുകൊണ്ട് വരുന്നെങ്കിൽ വന്നോട്ടെ എന്ന് വിചാരിച്ച് അദ്ദേഹം ആ 1 shilling മനസ്സില്ലാ മനസ്സോടുകൂടി വാങ്ങുകയാണ്. ഹി ഡിസൈഡ്സ് ടു ടേക്ക് ഇറ്റ് ആസ് ഹി ഡസൻറ്റ് വാണ്ട് ടു ഡിനൈ ഹർ ദിസ് ജോയ് ഓഫ് സാക്രിഫൈസ്. താൻ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ shilling ഒരു സാക്രിഫൈസാണ്, ത്യാഗമാണ്. അവളത് ആർക്കു വേണ്ടിയാണ് ചെയ്യുന്നത്? അവളെ ഏറ്റവും ഇഷ്ടപ്പെട്ട അവളുടെ സ്വന്തം ബ്രദറിന് വേണ്ടിയിട്ട്. അപ്പോൾ അവളുടെ ആ സന്തോഷം നിലനിൽക്കട്ടെ, ആ ത്യാഗത്തിൻ്റെ സന്തോഷം അതവളിൽ നിലനിന്നോട്ടെ, അവളെ ജീവിക്കാൻ പ്രേരിപ്പിച്ചോട്ടെ, അവൾക്ക് സമാധാനമായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഓഥർ ആ കാശ് വാങ്ങുകയാണ്. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ദോസ് ഫ്ലവേഴ്സ്? എന്താണ് ആ പൂക്കളുടെ വില? ഇറ്റ്സ് നോട്ട് സർട്ടൻലി 1 shilling. 1 shilling അല്ല അതിൻ്റെ വില. പിന്നെയോ ദ ഫ്ലവേഴ്സ് ആർ പ്രൈസ്ലെസ് വെൻ വി കൺസിഡർ മാഗീസ് ഫീലിങ്സ് ടുവേർഡ്സ് എ ബ്രദർ. ആ പൂക്കളുടെ വില 1 shilling അല്ല, മറിച്ച് തൻ്റെ സഹോദരനോടുള്ള അളവറ്റ സ്നേഹമാണ്. സോ ദ ടൈറ്റിൽ ഓഫ് ദ സ്റ്റോറി ഈസ് എൻ ആപ്റ്റ് വൺ. വളരെ ഉചിതമായ ഒരു ടൈറ്റിലാണ് ഈ സ്റ്റോറിക്ക് കൊടുത്തിട്ടുള്ളത്, ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ദിസ് ഈസ് ദ സമ്മറി ഓഫ് ദ സ്റ്റോറി ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ സീ യു വിത്ത് അനദർ വീഡിയോ. ടിൽ ദെൻ, ബൈ.